ഹായ് ഗൈസ്, അങ്ങനെ എമ്പുരാൻ പടം കയറാൻ തീരുമാനിച്ചു കേട്ടോ. ഇത് ചെറുക്കം പറഞ്ഞ പോലെ തന്നെ ഈ ഫസ്റ്റ് ഡേ പോവാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു മോഹൻലാൽ ഫാൻ ബോയ് ചെറുക്കൻ എനിക്കും ചേർത്ത് ടിക്കറ്റ് എടുത്ത് തന്നു. ചേട്ടൻ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ അവനോട് പറഞ്ഞിരുന്നു പടം എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ലടാ, കുറെ കാലമായിട്ട് ലാലേട്ടൻ്റെ പടങ്ങൾ ഒരു ജാതിക്കാണല്ലോ പോകുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ എന്തായാലും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പോകാൻ തീരുമാനിച്ചു ഗൈസ്. പൂനെലിന് അടുത്തുള്ള ഒരു തിയേറ്ററിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാർ 10 പേര് കൂടിയാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ എത്തിയിട്ടോ തിയേറ്ററിൽ. ഇവരൊക്കെയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഗെയിം ഗൈസ്. ഇന്ന് ഞാൻ ചൂസ് ചെയ്ത് തിയേറ്റർ കൊള്ളാട്ടോ. കാരണം ഇന്ന് നല്ല അടിപൊളി സുന്ദരി കുട്ടികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈ അവസാനത്തെ ഭാഗത്ത് എന്തോ ഒരു വല്ലാത്ത സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടോ. വെറുതെ കുറെ പേരുകൾ വായിച്ചു എന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും കാണാനും പറ്റിയില്ല. അവസാനം എൻ്റെ കൂട്ടുകാരെ പിടിക്കാൻ വേണ്ടി അഞ്ചാതി ഓട്ടോ ഗൈസ്. അങ്ങനെ സമയം ഏകദേശം 2 മണിയായിട്ടോ. അപ്പോൾ ഇവിടെ അണ്ടേവാടിയിൽ തുറന്നേക്കുന്ന ഒരു ഒറ്റക്കട ഇത് മാത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഐറ്റം കഴിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇനി റൂമിലേക്ക്. പടം നോർമൽ ഓഡിയൻസിന് ഓൺ ടൈം വാച്ചിനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഒരു വിഷയം എന്ന് വെച്ചാൽ മ്യൂസിക്കിന്റെ കാര്യത്തിലാണ് കാര്യമായിട്ടൊരു എന്താ പറയുക കുഴപ്പം തോന്നിയത്. കാരണം ഇതിലെ മ്യൂസിക് കുറച്ചുകൂടെ മെച്ചാക്കായിരുന്നു. കാരണം ലാലേട്ടൻ്റെ ആയിക്കോട്ടെ എല്ലാവരുടെയും മാസ് സീൻ വരുന്ന സമയത്തുള്ള ആ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ അത്ര മാസ്സായിട്ട് കാണിച്ചില്ല. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസുകാർക്ക് ഓക്കെ, അല്ലാതെ നോർമൽ ഓഡിയൻസിന് ഇതെങ്ങനെയാണ് സെറ്റായി എന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം മാത്രം ഒന്ന് ക്ലിയർ ആക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ജി വി പ്രകാശ് അല്ലെങ്കിൽ ഒരു 50 റേഞ്ചിലൊക്കെ ട്രൈ ചെയ്യായിരുന്നു. കാരണം ഇത്രയും ഹൈ ബഡ്ജറ്റിലത്തെ ഒരു പടമായതുകൊണ്ട് അതും കൂടി സെറ്റാക്കിയായിരുന്നെങ്കിൽ പടം പൊളിച്ചനെ. ഏതായാലും പടം ഓടുമായിരിക്കൂലേ? അല്ല ഇവൻ പറഞ്ഞ മാതിരി ആവുമോ?